1983 ഏപ്രിൽ 23 സമയം പുലർച്ചെ 5 മണിയോടടുക്കുന്നു. എറണാകുളം പാലാരിവട്ടത്തെ പോളക്കുളം ടൂറിസ്റ്റ് ഹോം 1982 5 നിലകളിലായി അബ്കാരിയും സ്വർണ്ണക്കട ഉടമയുമായ പോളക്കുളം നാരായണൻ കെട്ടിപ്പൊക്കിയതായിരുന്നു ആ ടൂറിസ്റ്റ് ഹോം. ഇതുകൂടാതെ വേറെയും 2 ലോഡ്ജുകൾ നാരായണൻ ഉണ്ടായിരുന്നു. സംഭവം നടന്ന ദിവസം പുലർച്ചെ ടൂറിസ്റ്റ് ഹോമിന്റെ മുറ്റത്തേക്ക് ഉയരത്തിൽ നിന്ന് എന്തോ വീഴുന്ന ഒരു ശബ്ദവും നിലവിളിയും കേട്ടു. ടൂറിസ്റ്റ് ഹോമിലെ താമസക്കാരായ 2 പ്രൊബേഷണറി എസ്ഐമാർ ഈ ശബ്ദം കേട്ട് ഓടിയെത്തി. അവരവിടെ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കോൺക്രീറ്റ് സ്ലാബുകൾ പാകിയ തറയിൽ ടൂറിസ്റ്റ് ഹോമിലെ റിസപ്ഷനിസ്റ്റായ പീതാംബരൻ എന്ന ചെറുപ്പക്കാരൻ ചോരയിൽ കുളിച്ച് പ്രാണവേദന കൊണ്ട് പിടയുന്നു. ഏകദേശം 60 അടി ഉയരമുള്ള കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണപ്പോൾ തന്നെ അയാൾ മരണത്തിനടുത്തേക്ക് എത്തിയിരുന്നു. നിലവിളിയും ബഹളവും കേട്ട് ഇതിനിടയിൽ അയൽവാസികളായ ചിലരും അവിടേക്ക് ഓടിയെത്തി. എന്താണ് സംഭവിച്ചതെന്ന് അവർ പീതാംബരനോട് ചോദിച്ചു. അവരെന്നെ കൊന്നു എന്ന് പറഞ്ഞ് പീതാംബരൻ എന്നേക്കുമായി കണ്ണുകളടച്ചു. അവസാനം പീതാംബരൻ പറഞ്ഞ ആ 2 വാക്കുകളില്ലായിരുന്നുവെങ്കിൽ അതൊരു ആത്മഹത്യയോ യാദൃച്ഛികമായി സംഭവിച്ച ഒരു അപകടമായോ മാറുമായിരുന്നു. പുതിയ ടൂറിസ്റ്റ് ഹോം തുടങ്ങിയിട്ട് 1 കൊല്ലമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അന്ന് തൊട്ട് പീതാംബരൻ തന്നെയായിരുന്നു റിസപ്ഷനിസ്റ്റ്. പീതാംബരൻ്റെ അച്ഛൻ ദാമോദരൻ പോളക്കുളം നാരായണന്റെ സ്വർണ്ണക്കടയിലെ ജീവനക്കാരനായിരുന്നു. എന്തായാലും അപകട സ്ഥലത്ത് ഓടിക്കൂടിയവർ പീതാംബരനെ ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ അപ്പോഴേക്കും മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. മോട്ടോർ പ്രവർത്തിപ്പിക്കാനായി പീതാംബരൻ ടൂറിസ്റ്റ് ഹോമിന്റെ മുകളിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ പോയ സമയത്ത് അറിയാതെ താഴേക്ക് വീണതായിരിക്കാം എന്നായിരുന്നു പലരും കരുതിയത്. എന്നാൽ അയാൾ അവസാനമായി കണ്ണടയ്ക്കുന്നതിന് മുൻപ് പറഞ്ഞ വാചകം, അവരെന്നെ കൊന്നു എന്ന വാചകം, അത് ചിലരിൽ സംശയമുണർത്തി. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്ന പീതാംബരന്റെ മൃതദേഹം ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ ബി ഉമാദത്തൻ വിശദമായി പരിശോധിച്ചു. ഈ പരിശോധനയിൽ അദ്ദേഹം ചില വസ്തുതകൾ കണ്ടെത്തുകയും ചെയ്തു. പീതാംബരന്റെ മൃതദേഹത്തിലുണ്ടായിരുന്ന നെഞ്ചിലെയും കവിളിലെയും മുറിവുകൾ ആരുടെയോ മർദ്ദനം കൊണ്ടുണ്ടായതാണെന്നായിരുന്നു ആ കണ്ടെത്തൽ. അതുമാത്രമല്ല, മൃതദേഹത്തിലുണ്ടായിരുന്ന മുറിവുകൾ തനിയെ വീഴുമ്പോൾ ഉണ്ടാകുന്നതല്ല, മറിച്ച് ആരോ ബലമായി തള്ളിയിട്ടാൽ ഉണ്ടാകുന്നതാണെന്നും ഡോക്ടർ ഉമാദത്തൻ അനുമാനിച്ചു. എന്നാൽ പോലീസ് ഇത് മുഖവിലക്കെടുത്തില്ല. ഈ അനുമാനങ്ങൾ ഒരു സാധ്യത മാത്രമാണെന്നായിരുന്നു പോലീസിന്റെ പക്ഷം. സംഭവം നടക്കുന്ന സമയത്ത് പോളക്കുളം നാരായണൻ അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു. എന്നാൽ നാരായണൻ പീതാംബരനെ കൊലപ്പെടുത്തിയതാണെന്ന് ചിലർ പറഞ്ഞു വരത്തി. അയാൾക്കാകട്ടെ നിരവധി വിരോധികളും ഉണ്ടായിരുന്നു. കൊലപാതകത്തിന്റെ മുന നാരായണന്റെ നേർക്ക് നീണ്ടതോടെ സംഭവം വിവാദമായി. ലോക്കൽ പോലീസായിരുന്നു കേസ് ആദ്യം അന്വേഷിച്ചത്. പീതാംബരൻ കാൽ വഴുതി വീണതാണെന്നായിരുന്നു അവരുടെ അനുമാനം. പിന്നീട് കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. സംഭവം നടക്കുന്ന ദിവസം പീതാംബരനെ കൂടാതെ ശിവദാസൻ എന്ന റൂം ബോയിയും ടൂറിസ്റ്റ് ഹോമിലുണ്ടായിരുന്നു. ശിവദാസനെ പോലീസ് 3ാം മുറയ്ക്ക് വരെ വിധേയനാക്കി. എന്നിട്ടും ശിവദാസന് സംഭവത്തിൽ പങ്കുണ്ടെന്ന് തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. അതോടെ അന്വേഷണം വഴിമുട്ടിയ നിലയിലായി. പീതാംബരൻ ആത്മഹത്യ ചെയ്തതാണെന്ന നിഗമനത്തിൽ അന്വേഷണം മാസങ്ങളോളം ഇഴഞ്ഞു നീങ്ങി. ഇതോടെ CPMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ നടന്നു. ഇതിനുശേഷം ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. കുറ്റാന്വേഷണത്തിൽ സമർത്ഥരായ MB ബാലകൃഷ്ണനും SP SK വിശ്വംഭരനുമായിരുന്നു അന്വേഷണ ചുമതല. പിന്നീട് നടന്നത് തലനാരിഴ കീറിയുള്ള അന്വേഷണമായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന മുറിവുകൾ ഡോക്ടർ B ഉമാദത്തന്റെ നേതൃത്വത്തിൽ വീണ്ടും വിശകലനം ചെയ്തു. മൃതദേഹം ആദ്യം പരിശോധിച്ച് കൊലപാതകമാണെന്ന അനുമാനത്തിൽ എത്തിച്ചേർന്ന ഡോക്ടർമാരുടെ സംശയങ്ങൾ ശാസ്ത്രീയമായ വാദങ്ങൾ നിരത്തി ഉമാദത്തൻ തള്ളി. പീതാംബരന്റെ വൃക്ഷണത്തിലുണ്ടായിരുന്ന ചതവുകൾ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്നതിനിടയിൽ എവിടെയോ ഇടിച്ചുണ്ടായതാണെന്നും മുറിവുകൾ താഴെ വീണതിനു ശേഷം ഉരഞ്ഞു നീങ്ങിയപ്പോൾ ഉണ്ടായതാണെന്നുമുള്ള വാദത്തിൽ ഡോക്ടർ ഉമാദത്തൻ ഉറച്ചുനിന്നു. പിന്നീട് ക്രൈംബ്രാഞ്ച് സംഘം പീതാംബരന്റെ വീട്ടിലെത്തി. അയാളുടെ മുറിയും മേശയും ഒക്കെ പരിശോധിച്ചു. മേശവലിപ്പിൽ നിന്ന് ഒരു ഡോക്ടറുടെ കുറിപ്പടി കിട്ടി. ചാലക്കുടിയിലെ ഒരു മാനസിക രോഗ വിദഗ്ധന്റെ കുറിപ്പടിയായിരുന്നു അത്. അതുമായി ഡോക്ടറുടെ അടുത്തെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥരോട് അദ്ദേഹം ചോദിച്ചത് ഇയാൾ മരിച്ചോ എന്നായിരുന്നു. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു കാര്യം ഉറപ്പിച്ചു: പീതാംബരൻ മാനസിക രോഗിയായിരുന്നു. ജീവൻ പോകുന്നതിന് മുൻപ് അവരെന്നെ കൊന്നു എന്നയാൾ പറഞ്ഞത് സമൂഹത്തിനെ ഉദ്ദേശിച്ചായിരിക്കാമെന്നും ഉദ്യോഗസ്ഥർ അനുമാനിച്ചു. അതുകൊണ്ട് തന്നെ ഇതൊരു ആത്മഹത്യയാണെന്ന് അവർ റിപ്പോർട്ട് സമർപ്പിച്ചു. പീതാംബരൻ സ്കിസോഫ്രീനിയ എന്ന ആത്മഹത്യാ പ്രവണതയുള്ള രോഗത്തിന് അടിമയായിരുന്നു എന്നുള്ള ചില തെളിവുകളും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടി. മരണത്തിന് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ചില കവിതകളും അയാളുടെ താമസ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തു. മാത്രമല്ല, പീതാംബരൻ ഒരു പെൺകുട്ടിയുമായി പ്രേമത്തിലായിരുന്നുവെന്നും അവളെ വീട്ടുകാർ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തതോടെ വിഷാദ രോഗം മൂർച്ഛിച്ച അയാൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുമുള്ള നിഗമനത്തിൽ ക്രൈംബ്രാഞ്ച് എത്തി. ഇതെല്ലാം കൂട്ടിവായിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർ പീതാംബരൻ്റേത് ആത്മഹത്യയാണെന്ന് ഉറപ്പിച്ചു. പോളക്കുളം നാരായണന്റെ മകളുമായി പീതാംബരൻ പ്രേമത്തിലായിരുന്നു എന്നും ചിലർ പറഞ്ഞു നടന്നു.
ഇതേക്കുറിച്ച് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഇത് നുണയാണെന്ന് കണ്ടെത്തി. അങ്ങനെ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കി ആലുവ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചു. എന്നാൽ അവിടം കൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിച്ചില്ല എന്നു മാത്രമല്ല, അത് മറ്റൊരു തുടക്കം കൂടിയാകുകയായിരുന്നു. പീതാംബരൻ്റേത് കൊലപാതകമാണെന്നും കുറ്റവാളിയെ പിടികൂടണമെന്നും ആവശ്യമുയർന്നു. പോളക്കുളം നാരായണന്റെ ശത്രുക്കളായിരുന്നു ഇതിനു പിന്നിൽ. കേസ് പുനരന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പീതാംബരന്റെ അച്ഛൻ ഹൈക്കോടതിയെ സമീപിച്ചു. ഈ ഹർജി പരിഗണിച്ച ഹൈക്കോടതി കേസ് CBIയോ കേരള പോലീസിലെ മറ്റൊരു ഉദ്യോഗസ്ഥനോ അന്വേഷിക്കണമെന്ന് ഉത്തരവിട്ടു. എന്നാൽ കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ച കേസിൽ വീണ്ടും ഒരു അന്വേഷണം നടത്തുന്നത് പോലീസിന്റെ മനോവീര്യത്തെ തകർക്കുമെന്ന ന്യായം പറഞ്ഞ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. എന്നാൽ കേസ് CBI തന്നെ അന്വേഷിക്കട്ടെ എന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിലപാട്. അതോടെ കേസ് CBI ഏറ്റെടുത്തു. രാധാ വിനോദ് രാജുവിനായിരുന്നു അന്വേഷണ ചുമതല. ഗൗഡ സാരസ്വത ബ്രാഹ്മണനായ അദ്ദേഹം മഹാരാജാസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായിരുന്നു. മാന്യനും ശാന്ത സ്വഭാവിയുമായിരുന്നു ആ മട്ടാഞ്ചേരിക്കാരൻ. രാധാ വിനോദ് രാജുവും DYSP വർഗീസ് P തോമസുമായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ. മമ്മൂട്ടി അവതരിപ്പിച്ച CBI സീരീസിലെ സേതുരാമയ്യർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ പ്രചോദനമായത് രാധാ വിനോദ് രാജു ആയിരുന്നു അത്രേ. പിന്നീട് അഭയ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന വർഗീസ് P തോമസ് അന്വേഷണത്തിലെ സമ്മർദ്ദം സഹിക്കാനാവാതെ ജോലി രാജിവെച്ചു. കേസന്വേഷണത്തിൽ അന്നുവരെ കണ്ടിട്ടില്ലാത്ത പരീക്ഷണങ്ങളുമായിട്ടായിരുന്നു CBI എത്തിയത്. മരണപ്പെട്ട പീതാംബരന്റെ ഏകദേശം ഭാരമുള്ള ഒരു ഡമ്മി കേന്ദ്ര ഫോറൻസിക് ലബോറട്ടറിയിൽ നിന്ന് എത്തിച്ചു. അതുമായി DYSP വർഗീസ് P തോമസും സംഘവും പോളക്കുളം ടൂറിസ്റ്റ് ഹോമിന്റെ ടെറസിലെത്തി. കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഒരാൾ തനിയെ ചാടിയാലോ മറ്റാരെങ്കിലും തള്ളിയിട്ടാലോ ഉണ്ടാകുന്ന പരിക്കുകളുടെയും വീഴ്ചയുടെയും സാമ്യതകൾ കണ്ടെത്താനായിരുന്നു ഈ ഡമ്മി പരീക്ഷണം. ആദ്യം ഡമ്മിയെ പൊക്കി താഴേക്കിട്ടു. വായുവിൽ കീഴ്മേൽ മറിഞ്ഞ ആ ഡമ്മി കെട്ടിടത്തിന്റെ ചുവട്ടിൽ നിന്നും 4 മീറ്റർ അകലെ തലയും മുതുകും ഇടിച്ചു വീണു. പീതാംബരൻ വീണുകിടന്നതും ഇതേപോലെയായിരുന്നു. അടുത്തതായി ഒരാൾ തനിയെ ചാടിയാൽ എങ്ങനെയായിരിക്കും വീഴുക എന്നുറപ്പിക്കാനായി ഡമ്മിയെ വെറുതെ പൊക്കി താഴേക്കിട്ടു. അത് കെട്ടിടത്തിന്റെ ചുവട്ടിൽ നിന്നും വെറും 1.5 മീറ്റർ അകലത്തിൽ വന്നു വീണു. എന്നാൽ അശാസ്ത്രീയമാണെന്ന് പറഞ്ഞ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഡമ്മി പരീക്ഷണത്തിനെതിരെ എതിർപ്പുയർന്നു. എന്നാൽ CBI ഉദ്യോഗസ്ഥർ വഴങ്ങിയില്ല. സംശയമുള്ളവരെ നുണ പരിശോധനയ്ക്ക് വിധേയരാക്കി. ഒരുപക്ഷെ കേരളം കണ്ട ആദ്യത്തെ നുണ പരിശോധന. കേരള പോലീസ് CBI അന്വേഷണത്തോട് സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല. തങ്ങളുടെ കണ്ടെത്തലുകളെ വകവയ്ക്കാതെ പുതിയ പരീക്ഷണങ്ങളുമായി വന്നവരോടുള്ള ചൊരുക്കായിരുന്നു ആ നിസ്സഹകരണത്തിന് കാരണം. അശാസ്ത്രീയമായ ഡമ്മി പരീക്ഷണം എന്നായിരുന്നു ഫോറൻസിക് വിദഗ്ധരുടെ അഭിപ്രായം. വിചാരണ കോടതി ഈ അന്വേഷണ രീതിയെ തള്ളിയെങ്കിലും ഹൈക്കോടതി ഇത് ശരിവെച്ചു. 1 വർഷം നീണ്ട അന്വേഷണത്തിന് വിരാമം ഇട്ടുകൊണ്ട് പോളക്കുളം നാരായണനെ CBI അറസ്റ്റ് ചെയ്തു. പീതാംബരന്റെ കൊലപാതകത്തിന്റെ സൂത്രധാരൻ ഇയാളാണെന്ന് CBI കുറ്റപത്രം നൽകി. കുറ്റപത്രത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: തന്റെ ചില രഹസ്യ കണക്കുകളടങ്ങിയ രേഖകൾ സൂക്ഷിക്കാനായി നാരായണൻ പീതാംബരനെ ഏൽപ്പിച്ചിരുന്നു. ഈ രേഖകൾ പലതവണ മടക്കി ചോദിച്ചപ്പോഴും കൊടുക്കാൻ പീതാംബരൻ തയ്യാറായില്ല. ഈ രേഖകൾ പീതാംബരൻ ആദായ നികുതി ഉദ്യോഗസ്ഥർക്ക് നൽകുമോ എന്ന് നാരായണൻ ഭയന്നു. പീതാംബരനെ വകവരുത്താതെ മറ്റു മാർഗമില്ലെന്ന് നാരായണൻ ഉറപ്പിച്ചു. പീതാംബരനെ വകവരുത്താൻ അയാൾ തൻ്റെ ശിങ്കിടിയായ ഡ്രൈവർ ശശിയെയും റൂം ബോയ് ശിവദാസനെയും ചുമതലപ്പെടുത്തി. കൃത്യം നടന്ന ദിവസം ശശിയും ശിവദാസനും കൂടി പീതാംബരനെ ടൂറിസ്റ്റ് ഹോമിൻ്റെ ടെറസിലെത്തിച്ചു. പിന്നീട് ക്രൂരമായി മർദ്ദിച്ച് താഴേക്കിട്ടു. ഇങ്ങനെയായിരുന്നു കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നത്. പീതാംബരന്റെ മരണമൊഴി കേട്ട 2 പ്രൊബേഷണറി SIമാരെയും നിലവിളി കേട്ട് ഓടിയെത്തിയ പ്രസന്നൻ എന്ന അയൽവാസിയെയും സാക്ഷികളാക്കിയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ബഹളത്തിനിടയിൽ ഡ്രൈവർ ശശി മതിൽ ചാടിക്കടന്ന് ഓടുന്നത് കണ്ട ഒരാളെയും സാക്ഷിയായി ഉൾപ്പെടുത്തിയിരുന്നു. 1 മുതൽ 3 വരെ പ്രതികളായ പോളക്കുളം നാരായണനും ശശിക്കും ശിവദാസനും ജീവപര്യന്തം ശിക്ഷ വിധിച്ച വിചാരണ കോടതി 4ാം പ്രതിയും നാരായണന്റെ മാനേജരുമായ സുബ്രഹ്മണ്യനെ തെളിവില്ലെന്നു കണ്ട് വിട്ടയച്ചു. സംഭവത്തിൽ പങ്കുണ്ടെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാത്തതിൻ്റെ പേരിൽ റൂം ബോയ് ശിവദാസനെ പിന്നീട് ഹൈക്കോടതി കുറ്റവിമുക്തനാക്കി. പക്ഷേ 1ഉം 2ഉം പ്രതികളായ നാരായണന്റെയും ശശിയുടെയും ശിക്ഷ ശരിവെച്ചു. CBIയുടെ ഡമ്മി പരീക്ഷണത്തെ വിചാരണ കോടതി തള്ളിയെങ്കിലും ഹൈക്കോടതി അംഗീകരിച്ചു. ഹൈക്കോടതി ശിക്ഷ ശരിവെച്ചതോടെ പ്രതികൾ അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിച്ചു. പ്രമുഖ അഭിഭാഷകനായ രാം ജെഠ്മലാനിയായിരുന്നു പ്രതികളുടെ അഭിഭാഷകൻ. രാം ജെഠ്മലാനിയുടെ വാദത്തിന് മുന്നിൽ CBIക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. 2ഉം 3ഉം പ്രതികളായ ശശിയും ശിവദാസനും ടെറസിൽ വെച്ച് പീതാംബരനെ മർദ്ദിച്ചതിനുള്ള തെളിവുകളായിരുന്നു കോടതി ആദ്യം പരിശോധിച്ചത്. ഡ്രൈവർ ശശി മതിൽ ചാടി ഓടിപ്പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞ സാക്ഷി അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇക്കാര്യം ആരോടും പറഞ്ഞിരുന്നില്ല എന്ന പ്രതിഭാഗത്തിന്റെ വാദവും കോടതി മുഖവിലേക്കെടുത്തു. പ്രത്യക്ഷത്തിലുള്ള തെളിവുകളോ സാഹചര്യ തെളിവുകളോ ഇല്ലാതെയാണ് വിചാരണ കോടതിയും ഹൈക്കോടതിയും പ്രതികളെ ശിക്ഷിച്ചത് എന്നായിരുന്നു പ്രതിഭാഗം അഭിഭാഷകനായ രാം ജെഠ്മലാനിയുടെ വാദം. മതിയായ തെളിവുകളില്ലാത്തതിനാൽ തന്നെ പ്രതികളെ ശിക്ഷിക്കാൻ കഴിയില്ലെന്ന് ഒടുവിൽ കോടതി തീരുമാനമെടുത്തു. പീതാംബരൻ മർദ്ദനത്തിന് ഇരയായെന്ന ഡോക്ടർമാരുടെ കണ്ടെത്തലുകളും രാം ജെഠ്മലാനി ക്രോസ് വിസ്താരത്തിൽ പൊളിച്ചു.
പോളക്കുളം നാരായണന് പീതാംബരനോട് മുൻവൈരാഗ്യമുണ്ടായിരുന്നു എന്നതിനുള്ള യാതൊരു തെളിവുകളും ഹാജരാക്കാൻ CBIക്ക് കഴിഞ്ഞില്ല. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ സാക്ഷികളോ സാഹചര്യ തെളിവുകളോ ശാസ്ത്രീയ പിൻബലമോ ഇല്ല. കുറ്റക്കാരെന്നു തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാത്തതിനാൽ പ്രതികളെ വെറുതെ വിടാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. ഒരുപക്ഷെ പീതാംബരൻ ആത്മഹത്യ ചെയ്തതായിരിക്കാം എന്ന നിഗമനത്തിൽ കോടതിയെത്തി. ഇത് CBIക്ക് നാണക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു. തെളിവുകളെക്കാൾ ഉപരി ആൾക്കാരുടെ വാദങ്ങൾ മുഖവിലേക്ക് എടുത്തുകൊണ്ടായിരുന്നു CBI അന്വേഷണമെന്ന് ചിലർ വിമർശിച്ചു. സ്വാഭാവികമായും സമ്പന്നരോട് സാധാരണക്കാർക്ക് എന്തിനാണെന്നറിയാത്ത ഒരു അനിഷ്ടമുണ്ടാകും. അവസരം കിട്ടുമ്പോൾ അവരത് പ്രകടമാക്കുകയും ചെയ്യും. അതുകൊണ്ടായിരിക്കണം സംഭവം നടന്നപ്പോൾ തന്നെ പോളക്കുളം നാരായണന്റെ നേർക്ക് ജനം വിരൽ ചൂണ്ടിയത്. സംഭവം നടക്കുമ്പോൾ നാരായണൻ തൻ്റെ വീട്ടിലായിരുന്നു. നാരായണന് പീതാംബരനോട് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ CBIക്ക് കഴിഞ്ഞില്ല. ദൃക്സാക്ഷിയുടെ മൊഴിയും വിചാരണ വേളയിൽ പൊളിഞ്ഞു. ഇതോടെ സുപ്രീം കോടതിയുടെ കടുത്ത വിമർശനമാണ് CBIക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഈ കേസ് വിവാദമാക്കാനും സംശയദൃഷ്ടി പോളക്കുളം നാരായണന്റെ നേർക്ക് നീളാനും CPM വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. CPM നിരവധി പ്രക്ഷോഭങ്ങളും സമ്മർദ്ദങ്ങളും ഈ കേസിൽ നടത്തി. സമൂഹ മാധ്യമങ്ങളും സൈബർ പോരാളികളും ഇല്ലാതിരുന്ന അക്കാലത്ത് പോലും അവർ ഉള്ളതും ഇല്ലാത്തതുമായ നിരവധി കഥകൾ പോളക്കുളം നാരായണനെ കുറിച്ച് പ്രചരിപ്പിച്ചു. ഇതൊക്കെ CBI ഉദ്യോഗസ്ഥരെയും സ്വാധീനിച്ചിരിക്കാം. CBIയും കേരള പോലീസും അക്കാലത്ത് നല്ല ഐക്യത്തിലായിരുന്നുമില്ല. മികവുറ്റ രീതിയിൽ തന്നെയാണ് തങ്ങൾ ഈ കേസ് അന്വേഷിച്ചത് എന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ പക്ഷം. ഫോറൻസിക് വിദഗ്ധനായ ഡോക്ടർ ഉമാദത്തന്റെ റിപ്പോർട്ടും പോലീസിന് അനുകൂലമായിരുന്നു. എന്നിട്ടും തങ്ങളുടെ പരിശ്രമത്തെ CBI മുഖവിലേക്ക് എടുത്തില്ല എന്ന ഈർഷ്യയും പോലീസിനുണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ പോളക്കുളം നാരായണന്റെ പണം വാങ്ങുന്നവരാണെന്ന ധാരണ CBIക്കും ഉണ്ടായിരുന്നു. ഈ കേസുണ്ടാകുന്നതിന് മുൻപ് പ്രതാപിയായിരുന്നു പോളക്കുളം നാരായണൻ. എന്നാൽ വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും പിന്നെ സുപ്രീം കോടതിയിലും കേസ് നടത്തേണ്ടി വന്നത് നാരായണന്റെ സാമ്പത്തികാവസ്ഥയെ സാരമായി ബാധിച്ചു. മാനസികമായും സാമ്പത്തികമായും തകർന്ന നാരായണൻ ബിസിനസ്സിൽ നിന്നൊക്കെ പതിയെ പിൻവാങ്ങി. സംഭവം നടന്ന പാലാരിവട്ടത്തെ പോളക്കുളം ടൂറിസ്റ്റ് ഹോം പുതുക്കിപ്പണിഞ്ഞ് പേരുമാറ്റി. എല്ലാ സംഭവങ്ങളെയും പോലെ ഈ കേസും ജനങ്ങൾ പതിയെ മറന്നു. ഈ സംഭവത്തെ ആസ്പദമാക്കി മമ്മൂട്ടി നായകനായി SN സ്വാമിയുടെ തൂലികയിൽ പിറന്ന് K. മധുവിൻ്റെ സംവിധാനത്തിൽ 1988 ഫെബ്രുവരി 11 ഒരു ചലച്ചിത്രം പുറത്തിറങ്ങി. ആ സിനിമയാണ് ഒരു CBI ഡയറിക്കുറിപ്പ്. സൂപ്പർ ഹിറ്റായിരുന്നു ഈ സിനിമ. മദ്രാസിലെ സഫയർ തിയേറ്ററിൽ 245 ദിവസമാണ് ഈ ചിത്രം പ്രദർശിപ്പിച്ചത്. മറ്റൊരു സവിശേഷത കൂടി പോളക്കുളം കേസിലുണ്ട്. ഇന്നത്തെ പ്രമുഖ അഭിഭാഷകനായ B. രാമൻപിള്ള അന്ന് അഡ്വക്കേറ്റ് ജനാർദ്ദനക്കുറുപ്പിൻ്റെ ജൂനിയറായിരുന്നു. രാമൻപിള്ളയും പോളക്കുളം കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരായിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും കേരളത്തിലെ കുപ്രസിദ്ധമായ കുറ്റകൃത്യങ്ങളുടെ പട്ടിക എടുത്തു പരിശോധിച്ചാൽ അക്കൂട്ടത്തിൽ പോളക്കുളം കേസുമുണ്ടാകും.